മൂന്നാറിൽ ഉദുമൽപേട്ട വാർത്ത എന്തായിരിക്കും എന്ന് പറയുമല്ലോ. മൂന്നാറാണോ ഉദുമൽപേട്ടയാണോ അത് ആനയായിരിക്കും എന്നുള്ളത് പ്രേക്ഷകർ ഇതിനകം തന്നെ ഊഹിച്ചു. ഇപ്പൊ അതിരപ്പള്ളി മൂന്നാർ എന്നൊക്കെ പറഞ്ഞ പ്രേക്ഷകർ തന്നെ വാർത്ത പൂരിപ്പിച്ചു കൊടുക്കും. കാട്ടാന റോഡിൽ എന്നുള്ളതായിരിക്കും. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെടുത്തി കാട്ടാന. ഇന്നലെ രാത്രി 8 മണി മുതൽ 10 മണി വരെയാണ് റോഡിൽ ഈ കാട്ടാന നിലയുറപ്പിച്ചത്. കണ്ടാ പേടിച്ചു. അല്ല, കാറത്ത് ഇരുണ്ട് ഒരു കരിവീരൻ. ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെ 100-ലധികം വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി. ആ സമയത്ത് തിരിച്ചൊക്കെ പോകുന്നവരാണ്, പ്രത്യേകിച്ച് തിരിച്ചു വരുന്നവരുമുണ്ട്. മൂന്നാറിലേക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വീക്കെൻഡ് ആഘോഷിക്കാൻ വന്നവരും ഉണ്ടാവും. എന്തായാലും റോഡിൽ 2 മണിക്കൂർ കുടുങ്ങിയിട്ടുണ്ട്. മൂന്നാർ ഉദുമൽപേട്ട ദേശീയപാതയിലാണ് ഈ വഴിയൊക്കെ നമുക്ക് നല്ല പരിചയമുള്ളതാണ്. ഉള്ളത്തേക്ക് ഉടിച്ച് പോകുന്ന സമയത്ത് ഈ വഴിയിലൂടെയൊക്കെയാണ് പോകുന്നത്. ഇതൊക്കെ ഇവിടെ പതുങ്ങി നിന്നാൽ എങ്ങനെ അറിയാം? രാത്രി നേരെ റിഫ്ലക്ടർ പോലും ഇല്ലല്ലോ. രാഹുൽ സുരേഷ്, ആനയ്ക്ക് റിഫ്ലക്ടർ വയ്ക്കേണ്ട കാലത്തിലേക്കാണ് നമ്മൾ കടക്കുന്നതെന്ന് തോന്നുന്നു. ഇതൊക്കെ ഈ രാത്രിയിൽ ഇങ്ങനെ നിന്നാൽ ചെറിയ വെളിച്ചമൊക്കെയുള്ള വണ്ടികളാണെങ്കിൽ വന്ന് നേരെ അടുത്ത് വന്നിട്ടായിരിക്കും അറിയുക. കുറച്ച് ബുദ്ധിമുട്ടിച്ചെന്ന് തോന്നുന്നു അല്ലേ വിനോദസഞ്ചാരികളെ? 10 മണി കഴിഞ്ഞ് പിന്നീട് സംഭവം പുള്ളി റോഡിൽ നിന്നങ്ങ് മാറിയോ? രാഹുൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. നമ്മുടെ ചക്കക്കൊമ്പനെയും പടയപ്പേനെയും ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് സുപരിചിതമാണ്. പക്ഷേ ഈ കാട്ടാനയുടെ പേര് 1.5 കൊമ്പൻ എന്നാണ്. 2 കൊമ്പുകളിൽ ഒരു കൊമ്പിന് അല്പം നീളം കുറവാണ്. അതുകൊണ്ടാണ് 1.5 കൊമ്പൻ എന്ന് ഈ ആനയെ വിളിക്കുന്നത്. അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ മറയൂരിന് സമീപമാണ് ഈ ആന നിലയുറപ്പിക്കുകയും 2 മണിക്കൂർ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തത്. പുള്ളി റോഡിലേക്ക് ഇറങ്ങിയ ശേഷം തീറ്റ തിന്നാൻ തോന്നിയപ്പോൾ റോഡിലേക്ക് ഇറങ്ങി മറയൂരിന് സമീപം ഈ അന്തർ സംസ്ഥാന പാതയിൽ എത്തുന്നു. റോഡിലുണ്ടായിരുന്ന പുല്ലും മരത്തിലുണ്ടായിരുന്ന ഇലയൊക്കെ പറിച്ചു തിന്നു. പക്ഷെ ഇതിനിടയിൽ ആ റോഡിലൂടെ എത്തിയ 100 കണക്കിന് വിനോദസഞ്ചാരികളാണ് കുടുങ്ങിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 8 മണി മുതൽ 9 മണി വരെയൊക്കെ 1-2 വാഹനങ്ങളൊക്കെ കടന്നു പോയിരുന്നു. പക്ഷേ 9 മണി ആയപ്പോഴേക്കും പുള്ളി റോഡിലേക്ക് ഇറങ്ങി നിന്നു. പക്ഷേ അതിനുശേഷം 1 മണിക്കൂർ ആ അന്തർ സംസ്ഥാന പാതയിൽ നിലയുറപ്പിക്കുകയായിരുന്നു. ആളുകൾ ഹോൺ അടിച്ചും ലൈറ്റ് അടിച്ചും ഒക്കെ പല രീതിയിൽ ഈ ആനയെ റോഡിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ ഒരടി പോലും പുള്ളി മാറാൻ തയ്യാറായില്ല. 10 മണിയോടുകൂടി പുള്ളിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം റോഡിൽ നിന്നും അല്പം മാറി. അങ്ങനെയാണ് മൂന്നാറിലേക്ക് വന്നതും മൂന്നാറിൽ നിന്നും വന്ന ശേഷം തിരികെ പോയതുമായിട്ടുള്ള വാഹനങ്ങളൊക്കെ കടന്നു പോവുകയും ചെയ്തത്. ആളുകളൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയും ചെയ്തു. പക്ഷേ ആളുകൾക്ക് നേരെയോ ഈ വാഹനങ്ങൾക്ക് നേരെയോ ഒരു രീതിയിലുള്ള ആക്രമണങ്ങളും ഉണ്ടായില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. പുള്ളി ഒരു ശാന്ത സ്വരൂപം കൂടിയാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ വഴിയിലിറങ്ങി നിന്നുകൊണ്ട് 2 മണിക്കൂർ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുകയും ആളുകൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്തു വരും. അപ്പോൾ 100-ലധികം വാഹനങ്ങളാണ് കുടുങ്ങിയത്. അപ്പം ഉദുമൽപേട്ട മൂന്നാർ വഴിയൊക്കെ പോകുന്ന ആളുകൾ, പ്രത്യേകിച്ച് രാത്രികാലമാണെങ്കിൽ വളവിലൂടെ പോകുമ്പോൾ കുറച്ച് സാവധാനം പോകുന്നതായിരിക്കും നല്ലത്. മുന്നിൽ ഒന്ന് ചവിട്ടി നിർത്തി പോയില്ലെങ്കിൽ റിഫ്ലക്ടർ ഇല്ലാത്ത ആന വന്ന് മുമ്പിൽ പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കും.